വെൽക്കം ടു യെറ്റ് അനദർ നട്ടപ്പൈര വീഡിയോ. നാളെ പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവരും പൊളിക്കുക, ആഘോഷിക്കുക, അടിച്ചു പൊളിക്കുക. ഓക്കെ, അപ്പോൾ നട്ടപ്പാതിരയ്ക്കാണ് ഞാൻ ഈ ഒരു കോണ്ടൻറ്റ് കാണാൻ ഇടയായത്. അത് വേണ്ടായിരുന്നു മേജർ രവി തുറന്നടിച്ച് മല്ലിക സുകുമാരൻ. പൃഥ്വിരാജിൻ്റെ അമ്മയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ഓക്കെ, ഞാനും ഇങ്ങനെ കഴിഞ്ഞ കുറേ കോണ്ടൻറ്റിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സെയിം കാര്യം തന്നെയാണ് ഇവിടെ മല്ലിക സുകുമാരൻ ഷെയർ ചെയ്തിട്ടുള്ളത്. ഒരാൾ പോലും മോഹൻലാലിനെ കടന്നാക്രമിക്കുന്നില്ല, മുരളി ഗോപിയെ കടന്നാക്രമിക്കുന്നില്ല. എല്ലാവരുടെയും പ്രശ്നം പൃഥ്വിരാജാണ്. എമ്പുരാനെടുത്തോടുകൂടി പൃഥ്വിരാജാണ് ഇവിടുത്തെ മെയിൻ വില്ലൻ. ആ മനുഷ്യൻ ഇല്ലാന്നുണ്ടെങ്കിൽ മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് ഇന്ന് ഇങ്ങനത്തെ ഒരു വലിയ സിനിമയില്ല. ഓക്കെ, പൃഥ്വിരാജ് എന്ന് പറഞ്ഞുള്ള ബ്രാൻഡിൻ്റെ മുകളിലെ വിശ്വാസം കൊണ്ടാണ് ആശീർവാദാണെങ്കിലും ഇതിൽ പൈസ മുടക്കിയത്, ലൈക്കാണെങ്കിലും ഇങ്ങോട്ട് കയറി വന്നത്. ഈവൻ ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഗോകുലൻ ഗോപാലനടക്കമുള്ള ഒരു ഇൻവെസ്റ്റർ ഇത്രയും പൈസ ഇതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ കാരണം ഓൺലി വൺ നെയിം, ദാറ്റ്സ് പൃഥ്വിരാജ്. മലയാളം സിനിമ ആഫ്റ്റർ മോഹൻലാൽ, ആഫ്റ്റർ മമ്മൂട്ടി, പിന്നെ അത് ആ ചോദ്യചിഹ്നത്തിന് വേറെ ആൻസർ ഇല്ല. ഇറ്റ്സ് പൃഥ്വിരാജ്. ഞാൻ ഡൈഹാർഡ് പൃഥ്വിരാജ് ഫാനാണ്, ഞാൻ അതേ പറയൂ. എനിക്ക് പൃഥ്വിരാജാണ്. ബിക്കോസ് ആസ് എ ഡയറക്ടർ ഹീസ് എ ഫൈൻ ഡയറക്ടർ, ആസ് എൻ ആക്ടർ ഹീസ് എ ഫൈൻ ആക്ടർ, ആസ് എ ബിസിനസ് മാൻ ഹീസ് എ ഷ്രൂഡ് ആൻഡ് ഫൈൻ ബിസിനസ് മാൻ. മലയാളം ഫിലിം ഇൻഡസ്ട്രിയെ ലോക സിനിമയുടെ മുന്നിൽ ഇനിയും വേൾഡ് ക്ലാസ് സിനിമകൾ എടുത്തു വെച്ച് കൊണ്ടുപോകാൻ കപ്പാസിറ്റി ഉള്ള, കേപ്പബിൾ ആയിട്ടുള്ള ഒരാൾ. ഇവിടെ ഇപ്പം എന്താ നടക്കുന്നത്? അയാൾ ഇനി മലയാളത്തിൽ ഒരു സിനിമ എടുക്കില്ല എന്ന് പറഞ്ഞ് വല്ല മുംബൈയിലോ ഡൽഹിയിലോ പോയിട്ട് അവിടെ ചെന്ന് താമസിക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ ഈ രാജ്യം തന്നെ വിട്ടുപോയിട്ട് വേറെ എവിടെയെങ്കിലും പോയി സെറ്റിൽ ചെയ്തിട്ട് ഇടയ്ക്കിൻ്റെ സിനിമ ചെയ്യാൻ വേണ്ടി വന്നു പോകുന്നൊരു ഗസ്റ്റ് മാത്രമായിട്ട് വന്നു പോകണോ പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറഞ്ഞ വ്യക്തി? നിങ്ങൾ എങ്ങോട്ടാണ് ഈ ആക്രമിച്ച് പോകുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്നലെ കണ്ടു റിപ്പോർട്ടർ ചാനലിൽ സുജയ പാർവതി എന്തോ വലിയ ആധികാരികമായിട്ട് വന്നിരുന്ന് പറയുന്നുണ്ട് പൃഥ്വിരാജാണ് ചതിച്ചത്. സിനിമ പോലും സുജയ കണ്ടിട്ടില്ല. ഉളുപ്പുണ്ടോയെന്നല്ലേ സുജയനോടൊക്കെ ചോദിക്കാനുള്ളത്. എമ്പുരാനിൽ നിങ്ങളൊക്കെ പറയുന്നത് പോലെ സംഘപരിവാറിനല്ല, നിർമ്മാതാക്കൾക്കും അതിലെ ബിഗ് എമ്മിനുമാണ് പൊള്ളിയത്. മോഹൻലാലിനാണ് യഥാർത്ഥത്തിൽ പൊള്ളിയിരിക്കുന്നത്. പൊള്ളുക മാത്രമല്ല, നല്ല രീതിയിൽ പൊള്ളി കുമളച്ചിരിക്കുകയാണ് മോഹൻലാൽ. കാരണം അദ്ദേഹത്തിന്റെ വിശ്വാസ്യതയ്ക്കാണ് ഇവിടെ ക്ഷതമേറ്റിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ വസ്തുത. സംഘപരിവാറിന് എന്ത് പൊള്ളാൻ? ഒരു സിനിമ കൊണ്ട് സംഘപരിവാർ എന്ന പ്രസ്ഥാനത്തിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ സംഭവിക്കും, RSSും കേന്ദ്ര സർക്കാരും എല്ലാം ഉടനെ ഇടപെട്ടുകൊണ്ട് ഈ സിനിമ തിയേറ്ററിൽ നിന്ന് പിൻവലിപ്പിക്കും എന്നൊക്കെ പലരും വിചാരിച്ചിട്ടുണ്ടാകും. അതായത് നരേന്ദ്രമോദിയും അമിത്ഷായും, ഈ സിനിമയിൽ വിമർശിക്കപ്പെട്ടു എന്ന് പറയുന്ന നരേന്ദ്രമോദിയും അമിത്ഷായും, അവർ രണ്ടുപേരുമാണ് ഇതിനകത്തെ പ്രധാന വില്ലന്മാരായി പോർട്രേ ചെയ്യുന്നത് എന്നതാണ് സിനിമ കണ്ടവർ പറയുന്നത്. ഞാൻ സിനിമ കണ്ടിട്ടില്ല, ഈ സിനിമ ഇവിടെ ഇരിക്കുന്ന ആരും തന്നെ കണ്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ സാർ കണ്ടു? ഒരു മാധ്യമ പ്രവർത്തക അത്യാവശ്യം കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് സിനിമയെക്കുറിച്ചാണ്, സിനിമയിലെ വിഷയങ്ങളെക്കുറിച്ചിട്ടാണ്. പുറത്ത് നടക്കുന്ന അടിയാണെങ്കിലും സിനിമയ്ക്കകത്തുള്ള കോണ്ടൻറ്റിൻ്റെ മുകളിലാണ് ആ അടി നടക്കുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ആ സിനിമ കാണുക എന്നുള്ളൊരു മിനിമം മാന്യതയല്ലേ? സംഘത്തിനെ പറഞ്ഞു, നമ്മളെ ടീമിനെ പറഞ്ഞു, എന്നാൽ നമ്മളവിടെ ഇറങ്ങുകയാണ്, ഇനി വേറെ വഴിയില്ല, ഞാൻ അങ്ങോട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ എടുത്ത് കയ്യിൽ നിന്ന് അടിച്ചാണ് തോന്നുന്നു. മല്ലിക സുകുമാരൻ വളരെ വ്യക്തമായിട്ട് അവരുടെ പോസ്റ്റിൽ സുജയ പറഞ്ഞതിനടക്കമുള്ള മറുപടി എഴുതി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാൻ വായിക്കാൻ പോകുന്നില്ല, വായിക്കാൻ പോയാൽ കുറേ ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് വായിച്ചാൽ മതി. അതിൻ്റെ ഒരു ഉള്ളടക്കം പറഞ്ഞുതരാം. മേജർ രവി അടക്കമുള്ള ആളുകൾ പറഞ്ഞ കാര്യത്തിനെ കുറിച്ചിട്ടാണ് മല്ലിക സുകുമാരൻ അവിടെ പറയുന്നത്. മോഹൻലാലോ അല്ലെങ്കിൽ ആൻ്റണി പെരുമ്പാവൂരോ അല്ലെങ്കിൽ ഇതിൽ ഈ സിനിമയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്ത ഏതൊരു വ്യക്തിയും പറഞ്ഞിട്ടില്ല ഇതുവരെ പൃഥ്വിരാജ് ചതിച്ചു എന്നുള്ളത്. ഓക്കെ, മോഹൻലാൽ പറയുന്നു, മോഹൻലാൽ ഈ സിനിമ കണ്ടിട്ടുണ്ട്. പ്രിവ്യൂ അല്ല, മോഹൻലാൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, സ്ക്രിപ്റ്റ് മോഹൻലാൽ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. മണിക്കൂറോളം പൃഥ്വിരാജ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ ഇവിടെ ഡിസ്കഷനിലായത്. ഇപ്പോൾ നിങ്ങൾക്കിത് ഭയങ്കര ഡിസ്കഷനാണ്. സിനിമ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് സിനിമ റിലേറ്റഡ് ആയിട്ട് കോണ്ടൻറ്റ് ചെയ്യുന്ന എന്നെ പോലെയുള്ള ആളുകൾ നമ്മളെ എല്ലാ ഇൻ്റർവ്യൂസും എടുത്ത് വെച്ച് കാണുമ്പോൾ ഇവർ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഒരു ഓഡിറ്റ് നമ്മളെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര വ്യക്തമായിട്ട് പറയുന്നത്. ലാലേട്ടൻ ഇത് അറിഞ്ഞില്ല, മേജർ രവി വന്നിട്ട് ഭൂലോകത്തുള്ളൂ. ലാലേട്ടൻ അറിഞ്ഞില്ല, മറ്റേ ആൻ്റണി പെരുമ്പാവൂർ അറിഞ്ഞില്ല, സിനിമ കാണിച്ചു കൊടുത്തില്ല, പ്രിവ്യൂ വെച്ചില്ല. എന്തൊക്കെയായിരുന്നു? ഞാനാണ് ലാലേട്ടൻ്റെ എല്ലാം. രാവിലെ മുതൽ ലാലേട്ടനെ കുളിപ്പിച്ച് നീപ്പിച്ച് പുറപ്പെടുവിപ്പിച്ച് സിനിമയിൽ അഭിനയിപ്പിക്കുന്ന മേജർ രവിയാണ്. അയാൾ പറഞ്ഞ കേട്ടാൽ അങ്ങനെ തോന്നുന്നത്. അജ്ജാതി തള്ളയുന്നു അയാളിരുന്ന് കള്ളിന്ന്. ഇതാണെങ്കിലും മല്ലിക സുകുമാരൻ കണക്കിന് പോസ്റ്റ് ഇട്ടിട്ട് മേജർ രവിനൊക്കെ പറഞ്ഞു തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ സിനിമാ സംഘടനകൾ
ഒരു ഡയറക്ടർ അസോസിയേഷനോ ഒരു ആക്ടേഴ്സ് അസോസിയേഷനോ AMMA ഒരു സിനിമേനെ കട്ടന്ന് ആക്രമിക്കുകയാണ് അപ്പുറത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി. അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കുകയുടെ ഒരു അസോസിയേഷൻ AMMA. എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. നിങ്ങൾക്കൊന്നും പറയല്ലേ ബാക്കി നടന്മാർക്കൊക്കെ, നടന്മാർ, നടിമാർ, ബാക്കി ഡയറക്ടർ, എത്ര ആളുണ്ട് ഈ മലയാളം. എവിടെ ഈവൻ മമ്മൂക്കാക്കെങ്കിലും ഒരു വാക്ക് മൊഴിയാൻ നിങ്ങളെ കൂട്ടത്തിലുള്ള ലാലേട്ടനെയും പൃഥ്വിരാജിനെയും മുരളി ഗോപിനെയും ഈ സിനിമയൊക്കെയാണ് എടുത്തിട്ട് ഈ വലിച്ചു കയറുന്നത്. അത് നിങ്ങളിടയിലുള്ള പ്രശ്നമല്ല, രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നം, മതപരമായിട്ടുള്ള പ്രശ്നം. എന്നാലും ഒരു മനുഷ്യനും ഉണ്ടില്ല. അത്രത്തോളം ഉണ്ട് ഇവരൊക്കെ തമ്മിലുള്ള. ഇതിപ്പോൾ അല്ല മൂവി റിവ്യൂവർ ആയി നോക്കണം. നമ്മളാരെങ്കിലും മൂവി റിവ്യൂ ചെയ്തിട്ടാണ് ഇവിടുത്തെ സീൻ എന്നുണ്ടെങ്കിൽ നമ്മളെ തല കയറിയിരുന്ന നേരങ്ങൾ എല്ലാം കൂടി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇവരുടെയൊക്കെ ഒരു അവസ്ഥ എന്നുള്ളത് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. എന്താണെങ്കിലും മല്ലിക സുകുമാരൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. പൃഥ്വിരാജാണ് ഈ ചതി മുഴുവൻ ചെയ്തതെന്നും പറഞ്ഞ് പൊതുവായ ഒരു സംസാരം എല്ലായിടത്തുനിന്നും പല ഇതും വരുന്നുണ്ട്. അപ്പൊ ഞാനിതിങ്ങനെ 2-3 ദിവസമായിട്ട് കാണുന്നുണ്ട്. അപ്പോ എന്താണ് ഇപ്പൊ ഇവിടെ നിങ്ങളുടെ തന്നെ ന്യൂസിനകത്ത് പൃഥ്വിരാജ് പിന്തുണച്ചവരെ ചതിച്ചോന്ന്. പൃഥ്വിരാജിനെ എങ്ങനെ പിന്തുണച്ചത്? ആകെ പിന്തുണച്ചത് ഈ പടമെടുക്കാൻ ആന്റണി പെരുമ്പാവൂരും മോഹൻലാലും പിന്തുണച്ചു അല്ലേ? അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്താന്ന് മനസ്സിലായിട്ടില്ല. ഈ പറഞ്ഞതുപോലെ ഇത്ര കണ്ട് പൃഥ്വിരാജ് ചെയ്ത തെറ്റാണ്. ഞാൻ ഒരുപാട് പേരുടെ കമന്റ്സ് കേട്ടു. അപ്പൊ അവിടെ ഇരിക്കുന്നവരിൽ തന്നെ ചിലരൊക്കെ എന്തൊക്കെയോ പറഞ്ഞു. കാരണം അങ്ങനെയാണ് ഇങ്ങനെ. പൃഥ്വിരാജിന് എവിടുന്ന് ഒന്നും വേണ്ട, യാതൊന്നും വേണ്ട, സ്ഥാനമാനങ്ങളും വേണ്ട, കാശും വേണ്ട, അങ്ങനത്തെ ഒരു മോനല്ല. അങ്ങനല്ല ഞാൻ എൻ്റെ കുഞ്ഞിനെ വളർത്തിയത്. ഇവരവിടെ ഇരിക്കുന്നവരെല്ലാവരും കുടുംബനാഥന്മാരാണ്. അവരവരുടെ മക്കളെ ഇങ്ങനെ വളർത്തുവോ? ചതിയന്മാരായിട്ടും വഞ്ചകന്മാരായിട്ടും ഒക്കെ വളർത്തുക പറയട്ടെ. പിന്നെ എനിക്ക് എല്ലാവരെയും അറിയാം. വലിയ നേതാക്കന്മാർ തൊട്ട് ഇന്നലെ വന്ന പിള്ളേരെ വരെ എനിക്കറിയാം. എനിക്ക് ആരോടും പരാതിയില്ല, പരിഭവവും ഇല്ല, ഒന്നുമില്ല. പക്ഷേ എന്റെ മകൻ ചതിച്ചു എന്നും പറഞ്ഞിട്ട് ഇന്നലെ മേജർ രവിയുടെ ഒരു പോസ്റ്റ് കണ്ടപ്പോഴാണ് എനിക്ക് വലിയ വിഷമം തോന്നി. ശുദ്ധ നുണയാണ് അദ്ദേഹം എഴുതിയത്. ഇതൊരു പ്രിവ്യൂ ഉണ്ടായിരുന്നില്ല, ആർക്കും കാണാൻ പറ്റിയില്ല. പക്ഷേ ഷൂട്ടിംഗ് നടക്കുമ്പോൾ എല്ലാം കണ്ട വ്യക്തിയാണ് മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും. അത് എല്ലാവർക്കും അറിയാം. ആ യൂണിറ്റിലുള്ള എല്ലാവർക്കും അറിയാം. ലൈറ്റ് ബോയ്സ് തൊട്ടുള്ളവർക്ക് അറിയാം. പക്ഷേ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അത് അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മേജർ രവിയുടെ വല്ല കാര്യത്തിനാണോ, അതോ അദ്ദേഹം മോഹൻലാലിന്റെ ആത്മാർത്ഥ സുഹൃത്തായതുകൊണ്ട് ഒരു രക്ഷകനായി മാറാൻ ചമഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും മോഹൻലാൽ പറഞ്ഞിട്ടില്ല പൃഥ്വിരാജ് ചതിച്ചെന്ന്, ആന്റണി പെരുമ്പാവൂരും പറഞ്ഞിട്ടില്ല ചതിച്ചെന്ന്. അതത്രേ ഉള്ളൂ. ലാലേട്ടനും പറഞ്ഞിട്ടില്ല, ആന്റണി പെരുമ്പാവൂരും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല അവിടെ പൃഥ്വിരാജ് ചതിച്ചു എന്നുള്ളത്. പിന്നെ മുരളി ഗോപിൻ്റെ അടുത്തേക്ക് ചെല്ലാനേ പറ്റില്ല. കാരണം മുരളി ഗോപിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ലെഫ്റ്റിലെ വട്ടുജയം പറഞ്ഞ പോലത്തെ ഡയലോഗ് വല്ലതും വിളിച്ച് പറയൂ അങ്ങേര്. മറ്റേ എൻ്റെ വീട്ടിലെ ചുമരിൽ എല്ലാവരുടെയും ഫോട്ടോ ഒന്നും ഇല്ല, ആ ഡയലോഗ് ഓർമ്മയില്ലേ? ആകെ ഒരാളുടെ ഫോട്ടോ ഉള്ളൂ, അതെൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ആണ്, അതുകൊണ്ട് മാപ്പ് ഞാൻ പറയൂല. ഓക്കെ, ആ സാധനമായിരിക്കും മിക്കവാറും മുരളി ഗോപി അടിക്കാൻ പോണത്. അതുകൊണ്ട് ആ വഴിക്ക് ആരും ചെല്ലാൻ നിൽക്കണ്ട. പിന്നെ ഈ സിനിമ കട്ട് ചെയ്തു, അത് 2 മിനിറ്റാണ്, 20 മിനിറ്റ് കട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. 2 മിനിറ്റ് 8 സെക്കൻഡ് ഓർ മേ ബി നിയർ ബൈ 3 മിനിറ്റ്സ് ആണ് കട്ട് ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെ കട്ട് ചെയ്ത ഡീറ്റെയിൽസൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ അടുത്തുള്ള തിയേറ്റേഴ്സിലൊക്കെ വിളിച്ച് ചോദിച്ച സമയത്ത് നാളെയൊന്നും ഇതിൻ്റെ കോണ്ടൻറ്റ് അപ്ലോഡായിട്ട് വരില്ല. ഓക്കെ, ഇന്നിപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സോ മേ ബി വെനസ്ഡേ, ഓക്കെ, അല്ലെങ്കിൽ ഡേ ആഫ്റ്റർ ടുമോറോ ഒക്കെ ആയിരിക്കും ഇതിൻ്റെ ഒരു കോണ്ടൻറ്റ്. അല്ലെങ്കിൽ നാളെ ഒരു നൈറ്റോട് കൂടി, ആ മറ്റന്നാൾ കൂട്ടിയാൽ മതി. നാളെ മൺഡേ നിങ്ങൾക്ക് ഇഷ്ടം പോലെ അൺകട്ടായിട്ട് ഈ സിനിമ കാണാം. റീസെൻസർ ചെയ്യാതെ തന്നെ ഈ സിനിമ കാണാം എന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ഞാൻ വിളിച്ചു ചോദിച്ച തിയേറ്ററിലൊന്നും ഇതിൻ്റെ അപ്ലോഡിങ്, പുതിയ വേർഷൻ്റെ അപ്ലോഡ് നടന്നിട്ടുമില്ല, വന്നിട്ടുമില്ല. ഫൈൻ, അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനിയാണിടെ ഇവിടെ സുജയ പാർവതി ഇതിനിടയിൽ കൂടി കുറേ കാര്യങ്ങൾ പറഞ്ഞ് തള്ളി വിട്ടിട്ടുണ്ട്. സുജയ പാർവതീൻ്റെ എന്താ പ്രശ്നം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതിൽ പൃഥ്വിരാജ് ആണല്ലോ ഈ ചിത്രത്തിന്റെ സംവിധായകൻ. ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംവിധായകന്റെ കലയാണ്. സംവിധായകന്റെ മുന്നിൽ നിൽക്കുന്ന, സംവിധായകൻ പറയുന്നത് അതെല്ലാം ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് ആക്ടർ മാത്രമാണ് ഞാൻ എന്ന് എന്റെയും പ്രിയപ്പെട്ട ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. തലപ്പൊക്കമുള്ള ഇത്രയും സിനിമകളിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് മലയാളിയുടെ മനസ്സിൽ കയറിക്കൂടിയ മോഹൻലാലിന് ഇത്രയും ചീത്തവിളി കേൾക്കുന്നത് ഞാൻ ഇത്രയും കാലത്തിനിടയിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇത്രയും ചീത്തവിളി മോഹൻലാലിന് കേൾക്കേണ്ടി വരുന്നത്. മോഹൻലാൽ തന്നെ എന്നിട്ട് ഇക്കാര്യത്തിൽ അഡ്മിറ്റ് ചെയ്യുന്നത് ഞാൻ ഈ സിനിമ ഇതുവരെ കണ്ടില്ല, ഞാൻ ആ
തിയേറ്ററിൽ പോയാണ് ആദ്യമായിട്ട് ഈ സിനിമ കണ്ടതെന്ന് പറയുന്നത് ദ കംപ്ലീറ്റ് ആക്ടറാണ്. മോഹൻലാലിന്റെ ഒരു ഗതികേട് ആലോചിക്കണം. പൃഥ്വിരാജ് എത്ര ക്ലവർ ആയിട്ടാണ് ഇതിന്റെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ട് ചെയ്തത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിദഗ്ധമായി കബളിപ്പിക്കുകയായിരുന്നു. സിനിമയ്ക്ക് ഒരു പ്രിവ്യൂ വേണ്ട എന്ന് തീരുമാനിക്കുകയാണ്. അതും ഇത്രയും വലിയ ഒരു ബിഗ് ബജറ്റ് ചിത്രമാണ്. ഒരു ബിഗ് ബജറ്റ് ചിത്രം മാത്രമല്ല, വർഷങ്ങളെടുത്ത ചിത്രീകരണം. 2019 ഒരു പടത്തിന്റെ വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു സെക്കൻഡ് പാർട്ടാണ്. അതും ഇത്രയും ആൻറ്റിസിപ്പേഷൻ ഉണ്ടാക്കിയ ഒരു സിനിമ, അതിൻ്റെ ഒരു പ്രിവ്യൂ വേണ്ട എന്ന് പൃഥ്വിരാജ് തീരുമാനിക്കുമ്പോൾ അതിനായി പറയുന്ന ന്യായം കേൾക്കുമ്പോഴെങ്കിലും ആളുകൾക്ക് മനസ്സിലാകണമല്ലോ. അവിടെയാണ് 17 വെട്ട് എമ്പുരാനെ വെട്ടാൻ പോകുന്നത്. എപ്പോഴാണ് വലിയ സൂപ്പർ ഹിറ്റായി, കോടികൾ വാരി, 100 കോടി ക്ലബിൽ കയറി എന്നൊക്കെ പറഞ്ഞ് തുടരെ പൃഥ്വിരാജ് പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതേ പൃഥ്വിരാജ് എഡിറ്റിംഗ് ടേബിളിൽ പോയിരുന്ന് വെട്ടണം. 17 വെട്ട് വെട്ടണം, 17 ഭാഗങ്ങൾ വെട്ടിമാറ്റണം. അതും കേന്ദ്ര സർക്കാരോ സംഘപരിവാറോ RSSും ഒന്നും ഈ 17 വെട്ട് വെട്ടാൻ പറഞ്ഞതല്ല. അങ്ങോട്ട് പോയി കൈകൂപ്പി പറഞ്ഞതാണ്, ഞാൻ വെട്ടിക്കോളാം, എന്റെ പടം തിയേറ്ററിൽ നിന്ന് പിൻവലിക്കരുതേ എന്ന്. സുജയ പാർവതിക്ക് എവിടുന്ന് ഈ ഇൻഫർമേഷൻ ഒക്കെ കിട്ടുന്നത്? പൃഥ്വിരാജ് കരഞ്ഞു പോയി. എന്താ പൃഥ്വിരാജ് എൻ്റെ അവിടുത്തെ മറ്റേ സംഖ്യകളെ പോലെ ആണോ പൃഥ്വിരാജ്? എന്തായാലും ഇപ്പൊ നിങ്ങളെ ഈ കുട്ടരെ പോലൊന്നും അല്ല കേട്ടോ. അവിടെ പോയിട്ട് മറ്റേ അടിയലമ്പോ അല്ലെങ്കിൽ കരഞ്ഞു വീണുള്ള കാലുപിടുത്തോ പരിപാടിയൊന്നും പൃഥ്വിരാജ് ചെയ്യുന്നുള്ളത് എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നില്ല. മനസ്സിലായോ? പിന്നെ സുജയ പാർവതി ഇതൊക്കെ പറയുന്നതിന് മുമ്പ് ഇതേ ചാനലിൽ ഇപ്പം ഇരുന്ന് സംസാരിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ തുടക്കത്തിൽ, ഈ ചർച്ചയുടെ തുടക്കത്തിൽ, ഈ സിനിമ കണ്ടിട്ടില്ല. സോ മാഡം പ്ലീസ് മിനിമം ചെയ്യുന്ന ജോലിയോട് എത്തിക്സ് കാണിക്കുക. ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ഒരു ന്യൂസ് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഡിബേറ്റ് നടത്തുമ്പോൾ അതെന്തിനെക്കുറിച്ചാണെന്നുണ്ടെങ്കിൽ ആ സംഗതി എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. സിനിമയെങ്കിലും ഒന്ന് കാണും. മനസ്സിലായോ? സിനിമ കണ്ടിട്ട് വേണം അതിൻ്റെ വിമർശനങ്ങളും കാര്യങ്ങളും. സിനിമ കാണാതെ എന്ത് വിമർശനം, എന്ത് സംസാരം, എന്ത് സംസാരിക്കും ബാക്കിയുള്ളവർ പറയുന്നത് കേട്ടിട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ എന്ത് എത്തിക്സാണ് ഉള്ളത്? നിങ്ങൾക്ക് എന്ത് ക്രെഡിബിലിറ്റി ഉള്ളത്? അതുകൊണ്ട് ഈ സുജയ പാർവതീനെ പോലുള്ളവർ വന്നിരുന്നിട്ട് ഈ ആചാരത്തള്ളു വാട്സാപ്പിൽ ഏതെങ്കിലും സംഘി ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ഫോർവേഡ് എടുത്ത് വന്ന് കൊടന്ന് വെച്ചിട്ട് അതിൻ്റെ ചർച്ചയൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി പീസായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഇവരിങ്ങനെയാണ്. ഞാൻ ആലോചിച്ച് നോക്കുന്നതേ, നിങ്ങൾ ആരെങ്കിലും ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കാൻ വേണ്ടിയിട്ട് ഞാൻ വയ്ക്കുക. കൊച്ചിൻ കാർണിവലിലെ പപ്പാനിക്ക് മോദിയുടെ രൂപസാദൃശ്യം എന്ന് BJP, ഇങ്ങനെ ഒരു ഐറ്റം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട്. 2023 ന്യൂ ഇയറിൽ, ഓക്കെ, 22 കഴിഞ്ഞ് 23 കയറുമ്പോൾ ആ ന്യൂ ഇയറിൽ ഇവരുണ്ടാക്കിയ അലമ്പാണിത്. കൊച്ചിൻ കാർണിവലിൽ കത്തിക്കാൻ വെച്ച പപ്പാനീൻ്റെ മുഖം ഇതാടക്കണേ, അയ്യോ മോദിനെ കത്തിക്കാൻ പോണേന്ന് പറഞ്ഞിട്ട് ഓടി വന്ന ടീംസാണേ നിങ്ങൾ. അപ്പം പിന്നെ നിങ്ങൾക്ക് എന്ത് ഞാൻ എന്ത് പറയാൻ, ഇങ്ങനെ ഒരു പപ്പാനീൻ്റെ മുഖസാദൃശ്യം മോദിയോടുണ്ട്, പപ്പാനീൻ്റെ ഉണ്ടാക്കി വെച്ച മുഖം മോദിയോട് മുഖസാദൃശ്യം എന്നൊക്കെ, അങ്ങനത്തെ അടക്കം ചെറിയ സാധനങ്ങൾക്ക് അടക്കം നിങ്ങൾക്ക് അസഹിഷ്ണുതയാണ്. അപ്പോൾ പിന്നെ നിങ്ങളിപ്പോൾ ഇത് സഹിക്കില്ല എന്നുള്ളത് ഉറപ്പായി. കാരണം ഇതന്നെ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. പിന്നെ അത് അന്നുണ്ടാക്കിയ ഭൂകമ്പം കച്ചറയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ല, ഞാൻ വെച്ചുതരാം. മറ്റൊരു വാർത്തയിലേക്ക്. കൊച്ചിൻ കാർണിവലിൽ ഒരുക്കിയ പാപ്പാഞ്ഞിയുടെ രൂപത്തെ ചൊല്ലി വിവാദം. പാപ്പാഞ്ഞിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രൂപസാദൃശ്യമുണ്ടെന്ന ആരോപണവുമായി BJP രംഗത്തെത്തി. പാപ്പാഞ്ഞിയുടെ നിർമ്മാണം BJP പ്രവർത്തകർ നിർത്തിവെപ്പിച്ചു. പോലീസ് ഇടപെട്ട് നടത്തിയ ചർച്ചയെ തുടർന്ന് രൂപമാറ്റം വരുത്താൻ കാർണിവൽ സംഘാടകർ തയ്യാറായി. നമ്മളെ സംബന്ധിച്ച് കാർണിവൽ കമ്മിറ്റിക്കാർ ഇതിന് മാപ്പ് പറയണം. ഈ ഗൂഢാലോചന നമ്മുടെ ഉദ്യോഗമ പരാതി ഉണ്ട്, രേഖാമൂലം എഴുതി നൽകാം. അല്ല അങ്ങനെയല്ല, ഈ പരിപാടിയിൽ വിട്ടുവീഴ്ചയില്ല. ഞങ്ങളിവിടെ ഉണ്ട്. അല്ല നമ്മളെ സംബന്ധിച്ച് കാർണിവൽ കമ്മിറ്റിക്കാർ ഇതിന് മാപ്പ് പറയണം. ഈ ഗൂഢാലോചന നമ്മുടെ ഉദ്യോഗമ പരാതി ഉണ്ട്, രേഖാമൂലം എഴുതി നൽകാം. ഈ പപ്പാഞ്ഞിയുടെ ഫോട്ടോ പല വാട്സപ്പ് ഗ്രൂപ്പിലും സോഷ്യൽ മീഡിയയിലും നമ്മൾ കണ്ടു. അത് കണ്ട മാത്രമേ കേരളത്തിലെയും ലോകത്തിലെയും വിവിധ ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ മട്ടാഞ്ചേരിയിലെ BJPയുടെ നേതൃത്വത്തിന് ഫോൺ കോൾ വരികയും ഈ പപ്പാഞ്ഞി അതിലുണ്ടാക്കിയിരിക്കുന്ന മുഖം നമ്മുടെ രാജ്യത്തിൻ്റെ ആരാധനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ രൂപസാദൃശ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളൊരു സൂചന ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ BJPയുടെ ഭാരവാഹികൾ, ജില്ലാ സെക്രട്ടറി ശ്രീമതി പ്രിയ പ്രശാന്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വരികയും ഇത് കണ്ട് ബോധ്യപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ ഇവിടുത്തെ പണി നടത്തുന്ന കോൺട്രാക്ടർക്കാരനോട് ഈ പണി നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയും. ഇതാണ് അവസ്ഥ. ഇവരുടെ കഥ ഇതാണ്. ഇവർ ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ?
ഇവർക്ക് ചെറിയ ചെറിയ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ സഹിക്കാൻ പറ്റില്ല. അന്നേ നമുക്ക് ഇവർ വാണിങ് തന്നതാണ്. ഒരു പപ്പാനിയുടെ മുഖം അടക്കം ഇവർ മാറ്റിച്ച് അന്ന് മാപ്പ് പറയണം എന്നുള്ളതാ. ഈ പപ്പാനിയുടെ മുഖം ഉണ്ടാക്കിയ ആളുകൾ വെച്ചാൽ ഇട്ടില്ല, മാപ്പ് പറയണം എന്ന് പറഞ്ഞിട്ട് ഇമ്മാതിരി ടീംസാണ് മക്കളെ, മനസ്സിലായി. പിന്നെ അത് ന്യായീകരിക്കാൻ സുജയ പാർവതിനെ പോലുള്ളവർ അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് കൊണ്ടുവന്ന് തള്ളുന്ന കുറേ സാധനങ്ങൾ സിനിമ പോലും കാണുന്നില്ല. പിന്നെ പൃഥ്വിരാജ് ചതിച്ചു, മറ്റത് ചെയ്തു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പൃഥ്വിരാജ്? മിനിമം ലാലേട്ടനെങ്കിലും പറയണ്ടേ? പോട്ടെ, ആ സെറ്റിലുള്ളൊരു ചായ കൊണ്ടുവരുന്ന ഒരു വർക്കറെങ്കിലും പറയണ്ടേ? ഇല്ലെങ്കിൽ അതും വേണ്ട, ഷൂട്ടിങ് കണ്ട് കൈയും കെട്ടുന്ന ഏതെങ്കിലും ഒരുത്തം പറയണ്ടേ ചതിച്ചത് പൃഥ്വിരാജാന്നുള്ളത്? പൃഥ്വിരാജ് ചോദിച്ചു. ഇത് ഇവരുടെ ഒരു നറേറ്റീവാണ്, ശ്രദ്ധിച്ചോ? ഇവരുടെ ഈ സുജയ പാർവതി പറയുന്നതും ഈ പറഞ്ഞ മേജർ രവി സംസാരിക്കുന്നതൊക്കെ ഒരു നറേറ്റീവാണ്. പൃഥ്വിരാജിനിക്ക് അങ്ങോട്ട് കോർണർ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളത് മനസ്സിലായി. അത് ഇവരുടെ ഒരു നറേറ്റീവ് അങ്ങനെയാണ്. വാട്സാപ്പിൽ വരുന്ന നറേഷൻ അങ്ങനെയാണ്. ഇപ്പോൾ ഇവരെല്ലാവരെയും കണക്ട് ചെയ്യുന്ന ഒറ്റ എലമെൻ്റ് ആണല്ലോ. സംഘപരിവാർ, BJP, RSS ഇതൊക്കെയാണ് ഇവരെ മൊത്തത്തിൽ കണക്ട് ചെയ്യുന്നത്, ഈ ടീംസിനെ മൊത്തം. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, എല്ലാവർക്കും ഒരു പാറ്റേൺ ആയിരിക്കും. കൊള്ളാം എന്താണെന്നുണ്ടെങ്കിലും മല്ലിക സുകുമാരൻ അവർ ചെയ്ത് വളരെ 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 നല്ലൊരു കാര്യം എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഒരു അമ്മ മകന് വേണ്ടി സംസാരിക്കുക എന്നുള്ളത് ഇങ്ങനെ തന്നെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കണം. ഓക്കെ, ആൻഡ് പൃഥ്വിരാജിനെ ഞാൻ വളരെയധികം പൃഥ്വിരാജിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ഇതേപോലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഐ വിൽ സ്റ്റാൻഡ് വിത്ത് പൃഥ്വിരാജ് ഫോർ ഷുവർ. കാരണം മലയാള സിനിമയുടെ ഫ്യൂച്ചറിന് പൃഥ്വിരാജിനെ പോലുള്ളൊരു അസറ്റിനെ മിസ് ചെയ്യാൻ പാടില്ല ഇവരുടെ ഈ മറ്റേ പിറ്റി പൊളിറ്റിക്സും പരിപാടിയും കാരണം. ഈ നാട്ടിൽ നാളെ സിനിമ എടുക്കുമ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ വാതിൽക്കലും ഓരോ മത നേതാക്കന്മാരുടെ വാതിൽക്കലും വന്ന് നിന്നിട്ട് ഞങ്ങളെ സിനിമ ഇതാന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് വേണം അവിടെ പുറത്തിറക്കാൻ. അതായിരിക്കും ഇവിടുത്തെ ഗതി. അല്ല, ഇപ്പോൾ ഈ സംഘപരിവാറിന് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ നാളെ ഈ സംഘപരിവാറിൻ്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും വെട്ടി എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, നാളെ അതേ സിനിമയിൽ കമ്മ്യൂണിസ്റ്റുകാരെയും കോൺഗ്രസ്സുകാരെയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അവരൊക്കെ ഇറങ്ങട്ടെന്നാ എല്ലാവരും കൂടി വെട്ടി തീർത്താണ് ഇന്ന് ആ സിനിമ. എന്നിട്ട് ഓരോരോ കഷ്ണമാക്കി കൊണ്ടുപോയിട്ട് വീട്ടിൽ എന്ത് ചെയ്യും, ചായൻ്റെ ഒപ്പം ബിസ്ക്കറ്റായിട്ട് മുക്കി തന്നു എമ്പുരാൻ്റെ ഓരോ പീസ്. എന്നാൽ പിന്നെ സമാധാനമല്ല എല്ലാവർക്കും.